ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സാധാരണയായി കേൾക്കുന്ന ഒരു വാദത്തെക്കുറിച്ചാണ്. ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട്. പലർക്കും ഈ വാദം സ്വാഭാവികവും യുക്തിപരവുമാണ് എന്ന് തോന്നും. പക്ഷേ അക്കാദമിക് ലോകത്ത് ഈ വാദം എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ സൃഷ്ടാവ് ഉണ്ട് എന്ന വാദം യുക്തിപരമാണോ എന്ന് നോക്കാം. ഈ വാദം സാധാരണയായി ഇങ്ങനെ രൂപപ്പെടുന്നു: ലോകത്തിനുള്ളിലെ എല്ലാത്തിനും ഒരു കാരണമുണ്ടെങ്കിൽ ലോകം തന്നെ ഉണ്ടായതെന്നും ഒരു കാരണം ഉണ്ടായിരിക്കണം. അതെയാണ് സൃഷ്ടാവ് എന്ന് വിളിക്കുന്നത്. തത്വശാസ്ത്രത്തിൽ ഇത് യുക്തിക്ക് പുറത്തുള്ള അർത്ഥശൂന്യവാദമല്ല, ഒരു സാധ്യമായ ചിന്താരൂപമാണ്. പക്ഷേ യുക്തിപരമായി പറയാവുന്നതും അക്കാദമിക്കായി ശക്തമായ വിശദീകരണമാകുന്നതും ഒരുപോലെയല്ല. ഇപ്പോൾ ഈ വാദത്തിന്റെ അക്കാദമിക് പ്രശ്നങ്ങൾ നോക്കാം. നമ്മൾ ദിവസേന കാണുന്നത് ലോകത്തിനുള്ളിലെ കാര്യങ്ങളാണ്. ഒരു വീട് ഉണ്ടെങ്കിൽ ആരെങ്കിലും പണിതിരിക്കും. ഒരു കാറുണ്ടെങ്കിൽ ആരെങ്കിലും നിർമ്മിച്ചിരിക്കും. ഇത് കണ്ടുകൊണ്ടാണ് ലോകത്തിനുള്ളിലെ എല്ലാത്തിനും കാരണക്കാരനുണ്ടെങ്കിൽ ലോകം തന്നെ ഉണ്ടായതെന്നും അങ്ങനെ ഒരാൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വീടും കാറും പോലുള്ള ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഉള്ള അനുഭവം ലോകം മുഴുവനായുള്ള വളരെ വലിയ കാര്യത്തിലേക്ക് നേരിട്ട് മാറ്റിവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണയായി പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കണ്ടതിനെ വളരെ വലിയ കാര്യത്തിലും അതേപടി ബാധകമാക്കുകയാണ് ഇവിടെ നടക്കുന്നത്. അക്കാദമിക് ലോകത്ത് ഇത് സൂക്ഷ്മമായി നോക്കേണ്ട ഒരു ചിന്താപിഴവായി കണക്കാക്കപ്പെടുന്നു. ഇതാണ് ആദ്യത്തെ പ്രശ്നം. ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം വരുന്നു. ഒരു കാരണമുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് അത് ഒരു ബുദ്ധിയുള്ള ഉദ്ദേശമുള്ള വ്യക്തിയായ സൃഷ്ടാവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും തെളിവില്ലാതെ കൂട്ടിച്ചേർക്കുകയാണ്. ഒരു കാരണമുണ്ടെങ്കിൽ അത് നിർബന്ധമായും ഒരു വ്യക്തി ആയിരിക്കണമോ എന്നത് വ്യക്തമല്ല. ആ കാരണം ബുദ്ധിയുള്ളതാകണം എന്ന് പറയാനുള്ള തെളിവ് എവിടെയാണ്? ആ കാരണം ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ആ കാരണം ലോകത്തെ സൃഷ്ടിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയാൻ എന്താണ് അടിസ്ഥാനമെന്ന് വ്യക്തമല്ല. ഈ ഓരോ കാര്യവും സ്വതന്ത്രമായി തെളിയിച്ചിട്ടില്ല. പക്ഷേ എല്ലാം ഒരുമിച്ച് നിശബ്ദമായി കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഒരു കാരണം എന്ന ആശയത്തിൽ നിന്ന് വ്യക്തിയായ സൃഷ്ടാവ് എന്ന ആശയത്തിലേക്കുള്ളത് കൂടുതൽ അനുമാനങ്ങൾ ചേർക്കുന്ന ഒരു ചിന്താചാട്ടം എന്ന് അക്കാദമിക് ലോകം പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ അക്കാദമിക് പ്രശ്നം ഈ വാദം വളരെ വേഗത്തിൽ അവസാന ഉത്തരത്തിലേക്ക് ചാടുന്നു എന്നതാണ്. ലോകം എന്തുകൊണ്ട് നിലവിലുണ്ട് എന്ന ചോദ്യത്തിന് സൃഷ്ടാവ് ഉണ്ട് എന്ന് പറയുന്നത് ഒരു പേരിടൽ മാത്രമാണ്. പക്ഷേ അത് എങ്ങനെ, എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങൾക്ക് സ്വതന്ത്രമായ വ്യക്തമായ മറുപടി നൽകുന്നില്ല. അതുകൊണ്ടാണ് അക്കാദമിക് ലോകത്ത് ഇത് പലപ്പോഴും ഒരു വിശദീകരണ സിദ്ധാന്തമല്ല, ഒരു വിശദീകരണം നിർത്തുന്ന അവസ്ഥയായി കണക്കാക്കപ്പെടുന്നത്. നാലാമത്തെ പ്രശ്നം ഈ വാദം പരിശോധിക്കാനാവാത്തതാണ്. ഒരു സൃഷ്ടാവ് ഉണ്ടോ ഇല്ലയോ എന്നത് സ്വതന്ത്രമായി പരിശോധിക്കാൻ നമുക്ക് മാർഗങ്ങളില്ല. പരിശോധനയില്ലാത്ത വാദങ്ങൾ അക്കാദമിക് വിശദീകരണങ്ങളാകുമ്പോൾ പരിമിതികളുണ്ടാകും. ഇപ്പോൾ ഇവിടെ ഒരു വളരെ ആഴമുള്ള ചോദ്യം വരുന്നു. ഒന്നും ഇല്ലാതിരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഒന്നും ഇല്ലാത്തതിന് പകരം ഈ ലോകം ഉണ്ടായത്? ഇത് സാധാരണ കാരണങ്ങൾ അന്വേഷിക്കുന്ന ഒരു ചോദ്യമല്ല. മഴ എന്തുകൊണ്ട് പെയ്തു, ഒരു കെട്ടിടം എന്തുകൊണ്ട് തകർന്നു എന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടികൾ കിട്ടും. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് അതിലും ആഴത്തിലുള്ളതാണ്. നിയമങ്ങളുമില്ല, വസ്തുക്കളുമില്ല, കാലവും ഇല്ല. ഒന്നും ഇല്ലാതിരിക്കാൻ സാധ്യത ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടായത്? ചില അക്കാദമിക് നിലപാടുകൾ പറയുന്നത് ഈ ചോദ്യം ഒരു തെറ്റായ വിശദീകരണം തേടുന്നതല്ല, പക്ഷേ ഇപ്പോൾ മനുഷ്യൻ എത്തിയിട്ടുള്ള അറിവിന്റെ അവസാന അതിരാണ് എന്നതാണ്. അതായത് ഇപ്പോൾ ഉള്ള ശാസ്ത്രവും തത്വശാസ്ത്രവും ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ സജ്ജമായിട്ടില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമായി വേർതിരിക്കണം. ഇപ്പോൾ ഉത്തരമില്ല എന്നത് സൃഷ്ടാവ് ഉണ്ടെന്ന് തെളിഞ്ഞു എന്നതല്ല. ചില ചോദ്യങ്ങൾ നമ്മൾ അറിയാത്തതിനെ സൂചിപ്പിക്കുന്നതാകാം. അത് ഉടൻ ഒരു മറുപടി കണ്ടെത്തണം എന്നില്ല. അതുകൊണ്ടാണ് അക്കാദമിക് ലോകത്ത് സൃഷ്ടാവ് ഉണ്ട് എന്ന വാദം വിശ്വാസപരമായി ആശ്വാസം നൽകാമെങ്കിലും ഏറ്റവും ശക്തമായ വിശദീകരണമാകാതെ പോകുന്നത്. ഇതിന്റെ അർത്ഥം ഈ വാദം പൂർണ്ണമായി തെറ്റാണ് എന്നല്ല, പക്ഷേ ഇത് വിശദീകരണശക്തി കുറഞ്ഞ ഒരു അവകാശവാദമാണ് എന്നതാണ്. അവസാനം ഇത്ര മാത്രം പറയാം: സൃഷ്ടാവ് ഉണ്ട് എന്ന വാദം ഒരു സാധ്യമായ തത്വശാസ്ത്ര നിലപാടാണ്. പക്ഷേ അത് സ്വയംപര്യാപ്തമായ അക്കാദമിക് വിശദീകരണമല്ല. ലോകത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനേക്കാൾ ആഴത്തിലുള്ള തത്വശാസ്ത്രവും
ശാസ്ത്രീയവുമായ ചോദ്യങ്ങളിലൂടെയാണ് അവ മുന്നോട്ട് പോകുന്നത്. ചിന്തകൾ തുടരാം, ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെയാണ് അറിവ് മുന്നോട്ട് പോകുന്നത്. നന്ദി കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.